നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്, വളരെ അധികം ഗൗരവം പിടിച്ച ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പുതിയ രോഗങ്ങളും പഴയ രോഗങ്ങളും തുടരായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ പങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് എന്നുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിലും, ഇനി എണ്ണ ഉൽപ്പാദനത്തിലാണെങ്കിലും, ഇനി ക്രീമുകളുടെ ഉൽപ്പാദനത്തിലാണെങ്കിലും, എല്ലാ മേഖലകളിലും നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത് കൃത്രിമമായി കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തും ഈ ലോകത്തും പല രീതിയിലുള്ള പുതിയ രോഗങ്ങൾ വരികയും പഴയ രോഗങ്ങൾ വീണ്ടും വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും ഉണ്ട്. ഇതിലെ വലിയ പങ്ക് വഹിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളാണ്. പരസ്യത്തിൽ കാണുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത് നാം എല്ലാവരും കാണുന്നുണ്ട്. എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട് എന്നല്ല, മിക്ക വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പല വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ട് അറിയുകയുമില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റ് പല ആളുകൾ ആണെങ്കിൽ പോലും കമ്പനിയെയും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഗ്ലാമറിനെയും അത് പാക്ക് ചെയ്തിട്ടുള്ള രൂപത്തെയും ഒക്കെ മനസ്സിലാക്കുകയും അത് ഇഷ്ടപ്പെടുകയും അതിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ പല ഉൽപ്പന്നങ്ങളും മേടിച്ച് ഉപയോഗിക്കുന്നത്. പരസ്യത്തിലൂടെ സിനിമ ആക്ടേഴ്സ്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പരസ്യത്തിലൂടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെയാകും, ഇത് ഉപയോഗിച്ചാൽ വെളുക്കും, ഇത് ഉപയോഗിച്ചാൽ കറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കറുത്ത പാടുകൾ പോകും, ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുറിയുടെ പാടുകൾ പോകും, ഇത് ഉപയോഗിച്ചാൽ താരൻ മാറും, ഇത് ഉപയോഗിച്ചാൽ മുടി വളരും, ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെ ബെനഫിറ്റുകളാണോ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങളിലും അടിമപ്പെട്ടുകൊണ്ടും, വാഗ്ദാനം പറയുന്നത് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ വിശ്വാസമർപ്പിച്ചുമാണ് പല ആളുകളും പല ഉൽപ്പന്നങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നത്. തുടക്കത്തിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുകയോ അനുഭവപ്പെടുകയോ ചെയ്യില്ല. ചിലപ്പോൾ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെടുകയും അതിന് നമ്മൾ അടിമപ്പെടുകയും ചെയ്യുന്നതോടുകൂടി വലിയ രോഗങ്ങൾ നമുക്ക് പിടിപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നു. ചെറിയ അസുഖങ്ങൾ തുടക്കത്തിൽ വരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിനുള്ള മരുന്നുകൾ കഴിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആളുകൾ അവരോട് ചെന്നിട്ട് പറയുന്നു എനിക്കൊരു ചൊറിച്ചിലുണ്ട്, എനിക്കിവിടെ ഒരു വേദന ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരോട് ഉണ്ടാകുന്ന അനുഭവത്തിൽ അവരോട് ചെന്ന് പറയുകയും അവരതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മെഡിസിൻ എടുത്ത് തരികയും ചെയ്യുന്നു. 1-2 ദിവസം അത് കഴിക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം തോന്നുകയും നമ്മൾ ഇത് മാറി എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ നമ്മളെ രാജ്യത്ത് ഫുഡ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് തുടങ്ങാനാണെങ്കിൽ, വിൽപ്പന ഒക്കെ തുടങ്ങാനാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രൊസീജിയറുള്ളൂ. ഒരു ഓൺലൈനിൽ നിന്ന് ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങി അതിലുണ്ടാക്കാനോ ഉള്ള ഒരു ലൈസൻസ് മതി. പക്ഷേ ഈ കോസ്മെറ്റിക് ഐറ്റംസിന് ഇതിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നീണ്ടൊരു പ്രൊസീജിയറാണ്. അത് നമുക്ക് അതിൻ്റെ കാര്യമല്ല അവിടെ പറയുന്നത്. പക്ഷേ ആ നീണ്ട പ്രൊസീജിയർ സാധാരണക്കാരായ ആളുകൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് അത് നിർമ്മിച്ച് കൊടുക്കാൻ കഴിയില്ല.
കാരണം ലൈസൻസ് ഇല്ലാതെ ഈ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് കൊള്ളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് വിൽക്കാം. അപ്പോൾ നമ്മളൊരു ഫിലിം ആക്ടറോ അല്ലെങ്കിൽ പ്രശസ്തമായ ഏതെങ്കിലും ഒരാളായിരിക്കണം. അതില്ല ആളുകളാകൂല മിക്ക ആളുകളും. കാരണം ഇത് നല്ലത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഒരിക്കലും എന്താവില്ല, ഫേമസ് ആയുള്ള ഒരാളാവില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവില്ല. എന്നാൽ ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ പേരുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വളരെ നിസ്സാരമായി അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുന്നതാണ്. അതിൽ വിശ്വാസം അർപ്പിച്ചാണ് നമ്മളിൽ പല ആളുകളും ഉപയോഗിക്കുന്നത്. പൗഡറാണെങ്കിലും ക്രീമുകളാണെങ്കിലും പിന്നെ സൺസ്ക്രീൻ ആണെങ്കിലും ഒരുപാട് ഐറ്റംസുകൾ, ഐബ്രോ പെൻസിൽ, കണ്ണിൽ എഴുതുന്നത്, മുഖത്ത് പുരട്ടുന്നത്, പല ഐറ്റംസുകളും ഈ കോസ്മെറ്റിക് ഐറ്റംസിലുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം നടത്തി. ഈ ഷാംപൂ എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ്. കോസ്മെറ്റിക് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഈ ഷാംപൂ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ള അധികാരമുള്ളൂ നമ്മളുടെ രാജ്യത്ത്. ഇതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്ന, നാടൻ രീതിയിൽ നിർമ്മിക്കുന്ന ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകളൊക്കെ നാച്ചുറലായിട്ട് ചേർത്ത് നിർമ്മിക്കുന്ന ഓർഗാനിക് പ്രൊഡക്റ്റുകളുണ്ട്. അത് നിർമ്മിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിൽ ലൈസൻസ് എടുത്തുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്യാനോ ഇത് വിൽപ്പന നടത്താനോ ഉള്ള അധികാരവും അവകാശവും നമ്മളുടെ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നല്ല പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് കിട്ടുന്നില്ല. കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുകയും അതിന് പരസ്യത്തിന് വേണ്ടി കോടികൾ ചിലവാക്കുകയും ആ പരസ്യത്തിന് ചിലവാക്കുന്ന അത്ര എമൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അവർ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ മിക്ക ആളുകളും വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ, കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിൽ സോപ്പ് മുതൽ ഷാംപൂ, സോപ്പ്, സൺസ്ക്രീൻ, അങ്ങനെ ഒട്ടനവധി ഐറ്റംസുകളുണ്ട്. ഇവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പരസ്യത്തിനാണ്. ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിക്കല്ല, അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് സൈഡ് എഫക്റ്റുകളോ രോഗങ്ങളോ വരരുത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. കൂടുതൽ പണം ചിലവാക്കുന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ വാഷിങ്ടണിൽ പുതിയൊരു പഠനം നടന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ എന്താണ് ഈ പഠനത്തിൽ പറയുന്നത്? സ്ഥാനാർബുദം വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. എന്തിന് ചാൻസ് ഉണ്ട് കൂടുതൽ? ഷാമ്പു സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അത് സ്ത്രീകളിൽ കൂടുതൽ ചാൻസ് ഉണ്ട് സ്ഥാനാർബുദം വരാൻ എന്നാണ് ഇപ്പോൾ ഈ പഠനം കണ്ടെത്തിയിട്ടുള്ളത്. അത് എന്താണ് ഈ സ്ഥാനാർബുദത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പല ആളുകൾക്കും അതറിയാം, മിക്ക ആളുകൾക്കും അതറിയാം. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് സ്ഥാനാർബുദം. അതായത് സ്ഥാനത്തിലുണ്ടാകുന്ന ക്യാൻസർ. അർബുദം എന്ന് പറയുന്നത് ക്യാൻസർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാണുന്നുണ്ട്. ഇന്നത്തെ സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഷാംപൂ, കോസ്മെറ്റിക് ഐറ്റംസുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞിട്ടൊക്കെ പുതിയ ഒരു ക്രീമിനെ കുറിച്ചുള്ളത് വാർത്തകൾ നമ്മൾ കേട്ടു. കുറേ ആളുകളുടെ കിഡ്നി അടിച്ച് പോയ കാര്യങ്ങൾ കേട്ടു വെളുക്കാൻ വേണ്ടി തേച്ചത്. അപ്പോൾ നമ്മളിൽ ചെറിയ പ്രൊഡക്റ്റുകൾ, അതായത് ഷാംപൂ, സോപ്പ് ഉള്ള പ്രൊഡക്റ്റുകൾ എന്നൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. ചില ആളുകൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ളതുകൊണ്ട് അവർ ആ രോഗത്തെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നു, അവരുടെ ശരീരം. അതുകൊണ്ട് അവരതറിയുന്നില്ല. പക്ഷേ ഈ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകളിൽ പെട്ടെന്ന് ഇത് എഫക്റ്റ് ആകുകയും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ഈ രോഗം വളരെ അധികം മൂർച്ഛിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലാകുന്നു, അഡ്മിറ്റ് ആകുന്നു, ഇല്ല വീട്, സ്ഥലം, ലോണൊക്കെ എടുത്ത് ചികിത്സിക്കുന്നു. ലാസ്റ്റ് ആൾ ബാക്കിയാകുന്നില്ല, ആൾ പോകുന്നു. അപ്പോൾ നമ്മളുടെ പൈസ കൊടുത്ത്, നമ്മൾ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന വസ്തു ഉപയോഗിച്ച് അതിലൂടെ രോഗം വരുത്തി അത് രോഗം മാറാൻ വേറെ കുറേ പണം ചിലവാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാമ്പു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ സ്ഥാനാർബുദം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നാണ് ഇപ്പോഴുള്ള പഠനം കണ്ടെത്തിയിരിക്കുന്നത്. പാരാബെൻസ് എന്ന് പറയുന്ന
ഒരു കെമിക്കലാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഈ ഷാമ്പുക്ക് നിർമ്മിക്കുമ്പോൾ ഇതിൽ പാരാബെൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഷാമ്പു ഉപയോഗിക്കുന്നത്. മണത്തിനും അതുപോലെ തന്നെ നിറത്തിനും ഉപയോഗിക്കുന്നതിനെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കി ഇതിലേക്ക് ചേർക്കപ്പെടുന്ന പല വസ്തുക്കളും കെമിക്കൽസാണ്. കെമിക്കൽ ചേർക്കാതെ ഈ വസ്തുക്കളൊന്നും നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. നാച്ചുറലായിട്ടുള്ള ഷാമ്പു നിർമ്മിക്കാൻ ഇപ്പോൾ ചെമ്പരത്തിയുടെ ഷാമ്പു ഉപയോഗിക്കുക അത്രത്തോളം ചെമ്പരത്തിൻ്റെ ഇല വേണം, സംഘടിപ്പിക്കാൻ കഴിയില്ല. കുത്തക കമ്പനികൾക്ക് അത്രത്തോളം പ്രൊഡക്റ്റുകൾ വിപണിയിൽ വിറ്റ് പോകുന്നത് കൊണ്ട് അവർക്ക് അത് സംഘടിപ്പിക്കാൻ കഴിയില്ല. കുറഞ്ഞ എക്സ്പെൻസിൽ കുറഞ്ഞ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ എത്ര ക്വാണ്ടിറ്റി നിർമ്മിക്കാൻ കഴിയും അത് അത്രത്തോളം വിറ്റഴിക്കാൻ അവർക്ക് വിപണിയിൽ പരസ്യ കാരണത്താൽ പറ്റുന്നതാണ്. പരസ്യം കണ്ട് പൊട്ടന്മാരായും പൊട്ടത്തികളായി പല ആളുകളും അത് വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക് രോഗങ്ങൾ വരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഷാമ്പു ഉപയോഗിക്കുന്ന ആളുകൾക്ക് പച്ച ഇല, ഈ ചെമ്പരത്തിയുടെ ഇല, പിന്നെ അതുപോലത്തെ കുറുന്തോട്ടിയുടെ ഇലയൊക്കെ ചതച്ച് കുളിക്കുന്നതിന് മുമ്പ് തലയിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റോ പുരട്ടാനുള്ള സമയമില്ല. 5-10 മിനിറ്റോ ഡെയിലി പരസ്യം കണ്ടുകൊണ്ട് അതിൽ പറയുന്നത് കീശിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ സമയമുണ്ട്, അതിന് പൈസയുണ്ട് എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഷാമ്പു, അതേമാതിരി സൺസ്ക്രീന്, പിന്നെ ബോഡി ലോഷൻ, ഇതിലാണ് ഇപ്പോൾ ഈ മൂന്ന് കാര്യത്തിലാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ 3 സംഗതികളും, അതായത് ഷാമ്പു, ബോഡി ലോഷൻ, സൺസ്ക്രീൻ, ഈ 3 സംഗതികളും ഉൽപ്പാദിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് അല്ലെങ്കിൽ കെമിക്കലാണ് പാരാബെൻസ്. ഈ പാരാബെൻസിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ, ഷാമ്പു ആണെങ്കിലും ഫേസ് ക്രീം ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി ലോഷൻ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ക്രീമാണെങ്കിലും ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഇത് സ്ഥിരമായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിക്കുമ്പോൾ ശരീരം ഇതിനെ മാക്സിമം ഇതിൻ്റെ സൈഡ് എഫക്റ്റിനെ റിയാക്ട് ചെയ്ത് ഇതിൻ്റെ റിയാക്ഷൻ നിൽക്കും. നമ്മുടെ ബോഡി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ പാരാബെൻസ് എന്ന് പറയുന്ന ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും നമ്മുടെ ശരീരത്തിലുള്ള പല കോശങ്ങളിലേക്ക് ഈ കെമിക്കൽ കയറിപ്പറ്റുകയും ക്യാൻസർ മുതൽ അതിനേക്കാൾ വലിയ അസുഖങ്ങളിലേക്ക് വരെ നമ്മുടെ ശരീരത്തിൽ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ പഠനം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കാരണം ഈ പാരാബെൻസ് എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ തിയറികൾ എന്താണ്, ഇതിന് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എടുത്ത് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളും ഇതിൻ്റെ സൈഡ് എഫക്റ്റും ഇത് അമിതമായാൽ എന്തായിരിക്കും ഇതിന് ദോഷം എന്നുള്ളതൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. അത് ഗൂഗിളിൽ ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കെമിക്കൽസിൻ്റെ ഐഡിയ കിട്ടും. അപ്പോൾ ഷാമ്പു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, അതിനി ഡോക്ടർ എഴുതി തന്നതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്നതാണ് ഈ ഷാമ്പു, ഈ കമ്പനിയുടെ ഷാമ്പു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നതിലുപരി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പണ്ടുള്ള ആളുകൾക്കൊന്നും ഈ അസുഖങ്ങളില്ല. നമ്മുടെ രാജ്യത്തും ഈ പുറം രാജ്യത്താണെങ്കിലും ഈ ലോകത്ത് പണ്ട് ജീവിച്ചിരുന്ന ആളുകൾക്കൊന്നും ഇതുപോലുള്ള അസുഖങ്ങളൊന്നുമില്ല. കാരണം അവരിതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നാച്ചുറലായിട്ടുള്ള പ്രകൃതി, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതിയിൽ തരുന്ന പച്ചമരുന്നുകളോ ഇലകളോ ഒക്കെ ഉപയോഗിച്ചാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, എന്ന് കരുതി ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് കുടിക്കണ്ട, മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട എന്നല്ല. ഒരു ഡോക്ടർ നമ്മോട് ഇന്ന ഷാമ്പു ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ ഒരു താരനുണ്ട്, നിങ്ങൾ ഈ ഷാമ്പു സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് താരം വരില്ല എന്ന് പറയുകയാണ്. അല്ല, ഇന്ന ക്രീം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ താരം മാറിക്കിട്ടുമെന്ന് പറയും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഈ രോഗം മാറുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒരു രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിൽ നിന്നാണ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കുള്ളൂ.
ഇതിപ്പോൾ നിങ്ങൾ ഡോക്ടർ എഴുതി തന്ന ഷാമ്പു എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഡോക്ടറെ മെഡിക്കൽ ഷോപ്പിൽ പോയി അത് പോയി വാങ്ങും. അതുകൊണ്ട് ഡോക്ടർ മെച്ചപ്പെടും. പക്ഷേ ഡോക്ടറുടെ ബാത്റൂമിൽ കയറിയാലും ഡോക്ടറുടെ ബാത്റൂമിലോ ഒന്നും ഈ ഷാമ്പു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങി ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് നിർമ്മിച്ച് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാഷിംഗ്ടണിലാണ് ഈ പരീക്ഷണം ഈ ഗവേഷണം നടന്നിട്ടുള്ളത്. ആ ഗവേഷണത്തിൽ സൺസ്ക്രീന്, അതുപോലെ തന്നെ ബോഡി ലോഷൻ, ഷാമ്പു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ സ്ഥാനാർബുദം വരാനുള്ള ചാൻസ് സ്ത്രീകളിൽ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിലെ കാര്യം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള കാരണം, അല്ലെങ്കിൽ സ്ഥാനാർബുദം വരാനുള്ള കാരണം എന്ന് പറയുന്നത് പാരാബെൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തിലെ ഈസ്ട്രജൻ ഉൽപാദന ഘടനയെ ഉത്തേജിപ്പിച്ച് എന്ത് സംഭവിക്കും? സ്ഥാനാർബുദത്തിലേക്ക് അത് മാറും എന്നുള്ളതാണ് പഠനം പറയുന്നത്. അതായത് ഈസ്ട്രജൻ്റെ ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നു. ഈസ്ട്രജൻ്റെ അമിതോൽപാദനം, അതായത് ഈസ്ട്രജൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഈസ്ട്രജൻ. ഇതിൻ്റെ ഉൽപാദനം വർദ്ധിക്കും. അത് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അമിതമായ ഉൽപാദനം വർദ്ധിക്കുന്നത് വഴി സ്ഥാനാർബുദം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. എന്തുള്ളതുകൊണ്ട്? പാരാബെൻസ് എന്ന് പറയുന്ന കെമിക്കൽ ഷാമ്പൂവിലും അതുപോലെ തന്നെ ബോഡി ലോഷനിലും സൺസ്ക്രീനിലും ഉള്ളതുകൊണ്ട്. അതില്ലാത്ത കമ്പനികൾ ഉണ്ടാകാതിരിക്കാം, പക്ഷേ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കണ്ടൻസിൽ, ഇപ്പോൾ ഒരു ബോഡി ലോഷൻ ആണെങ്കിലും ഒരു ഷാമ്പു ആണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇന്ന് എന്തൊക്കെ അവർക്ക് ആ ഇൻഗ്രീഡിയൻസിൽ എഴുതുന്നത് അവരാണ്, എന്തൊക്കെയാണെന്നുള്ളത് എഴുതുന്നവരാണ്. അതിൽ മെൻഷൻ ചെയ്യാതിരുന്നാൽ തന്നെ ഈ പാരാബെൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഒരു ഉപഭോക്താവിനും നമുക്ക് സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ. കൃത്രിമമായി കെമിക്കൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷാമ്പു, ബോഡി ലോഷനോ സൺസ്ക്രീനോ ഒന്നും ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളാണ്. കോർപ്പറേറ്റ് കമ്പനികളെയോ അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്താൻ ഡീലർഷിപ്പ് എടുത്തിട്ടുള്ള ഡോക്ടർമാരെയോ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി അത് വാങ്ങി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവരുടെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാകുമ്പോൾ നമ്മളുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാകുകയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നശിക്കുകയും നമ്മൾ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ ഷാമ്പു ആരെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാമ്പുവിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുക. അതില്ലാതാക്കുന്നതോടുകൂടി നിങ്ങളുടെ മിക്ക രോഗങ്ങളും ചിലപ്പോൾ ഇല്ലാതാകും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.